ഓക്കെ, സോ ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ അനാലിസിസ് ഒരു 90% കംപ്ലീറ്റ് ചെയ്തിരുന്നു. അനാലിസിസ് അത്രയേ ഉള്ളൂ. അതിനെ കണ്ടിന്യൂറ്റി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. സോ ഈ ഒരു സമ്മറി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാണ്. ബിക്കോസ് ഇത് അറിയാമെങ്കിൽ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോബ്ലവും ഒക്കെ ഒന്ന് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇൻപുട്ട്, ഓക്കെ, ഇൻപുട്ട് സിഗ്നൽസ് V1 ഉം V2 ആണെങ്കിൽ ആ ഇൻപുട്ട് സിഗ്നലിന്റെ ഡിഫറൻസിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഡിഫറൻസ് ഇൻപുട്ടിനെ നമ്മൾ VD എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നും പറഞ്ഞു. ഈ ഡിഫറൻസ് ഇൻപുട്ടിനെയാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ത് ചെയ്യേണ്ടത്? ആംപ്ലിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഗെയിൻ ആണ് ഈ ADM. ഓക്കെ, ഈ ADM. ഓക്കെ, ഇത് ഡിഫറൻഷ്യൽ ഗെയിൻ ആണ്, ഡിഫറൻഷ്യൽ ഇൻപുട്ട്. അപ്പൊ അത് കാരണമുള്ള ഔട്ട്പുട്ട് ആണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ VD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 മൈനസ് V2 ആണ്. ഓക്കെ, നൗ പിന്നെ ഈ ഇൻപുട്ടിനെ നമ്മൾ VD/2, ബിക്കോസ് ഡിഫറൻസ് ഇൻ വോൾട്ടേജ് VD എന്ന് പറഞ്ഞാൽ V1 മൈനസ് V2 ആണല്ലോ. ആ ഒരു രീതിയിലാണ് ഈ ഇൻപുട്ട് വോൾട്ടേജിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് VD റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. V1 ഇസ് ഈക്വൽ ടു VD/2, V2 ഇസ് ഈക്വൽ ടു മൈനസ് VD/2. അപ്പൊ നിങ്ങൾ ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ V1 മൈനസ് V2 നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഡിഫറൻസ് ഇൻപുട്ട് ആയിട്ട് തന്നെ കിട്ടും. അപ്പൊ ഇതിനകത്ത് ഈ V1 ഉം V2 ഒക്കെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഒരു അനാലിസിസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്, നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഒരു അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ V1 ഉം V2 നെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ച ഗെയിൻ ഏതായിരുന്നു? കോമൺ മോഡ് ഗെയിൻ പഠിച്ചു. ഓക്കെ, കോമൺ മോഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിയ സിഗ്നൽ ആണ് V1 V2. ഇതിന്റെ ഡിഫറൻസ് ആണ് നോർമലി ആംപ്ലിഫൈ ചെയ്യേണ്ടത്. പക്ഷെ എല്ലായ്പ്പോഴും ഈ ഇൻപുട്ട് മാത്രമായിരിക്കില്ല ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ വരിക. ഒരു കോമൺ ഇൻപുട്ടും കൂടി നോർമലി വരാൻ സാധ്യതയുണ്ട്. പ്രാക്ടിക്കലി പറയുവാണെങ്കിൽ ആ കോമൺ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോയിസ് ഒക്കെയാണ്. നോയിസ് രണ്ട് ഇൻപുട്ടിലും V1, അതായത് രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ പഠിച്ചില്ലേ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ, അതിന്റെ രണ്ട് ഇൻപുട്ടിലും കോമൺ ആയിട്ട് അങ്ങനെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് സിഗ്നൽ നമ്മുടെ നോയിസ് ആണ്. സോ അങ്ങനെയുള്ള നോയിസിനെ അത് ആംപ്ലിഫൈ ചെയ്യാൻ പാടില്ല. അതിന് എന്തോ ആയാലും അതിനെ കളയണം. ഓക്കെ, പക്ഷെ പ്രാക്ടിക്കലി നോയിസസും കൂടി ആംപ്ലിഫൈഡ് ആയി വരാനൊരു സാധ്യതയുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ഈ കോമൺ മോഡ് സിഗ്നൽ എന്ന് പറയുന്നത്. കണ്ടോ, V1 ലും V2 ലും കോമൺ മോഡ് സിഗ്നൽ സെയിം ആയിരിക്കും. അതാണ് നോയിസ്. പ്രാക്ടിക്കലി രണ്ട് ടെർമിനലിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നോയിസും വരും. ആ കേസിൽ വരുവാണെങ്കിൽ ഔട്ട്പുട്ട് എഗെയിൻ എന്താ? നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് കോമൺ മോഡ് സിഗ്നൽ ആണ്. കോമൺ മോഡ് സിഗ്നൽ ഇൻറ്റു ഗെയിൻ, അതിനെ ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് നോർമലി കിട്ടും. അപ്പം ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഡിഫറൻഷ്യൽ ഇൻപുട്ട് കാരണം ഉള്ള ഔട്ട്പുട്ടും ആൻഡ് ഓൾസോ കോമൺ മോഡ് ഇൻപുട്ട് കാരണമുള്ള ഒരു ഔട്ട്പുട്ടും ഉണ്ടാവും. ഓക്കെ, പ്രാക്ടിക്കലി ഇതും കൂടി കാണും. പക്ഷെ ഐഡിയലി പറയുകയാണെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ടേം മാത്രമേ കാണാവുള്ളൂ. സെക്കൻഡ് ടേം 0 ആയി പോകണം ഐഡിയലി. ബിക്കോസ് കോമൺ മോഡ് എന്ന് പറഞ്ഞാൽ നോയിസ് സിഗ്നൽ, അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നെറ്റ് ഔട്ട്പുട്ട്. പ്രാക്ടിക്കലി ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ നെറ്റ് ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ ആണ് ഇത്. പിന്നെ ഇവിടെ V1 ഇസ് ഈക്വൽ ടു എഗെയിൻ ഈ V1 ഇസ് ഈക്വൽ ടു VD/2 പ്ലസ് VCM, അതായത് ഇൻപുട്ട് ജസ്റ്റ് VD/2 മാത്രമായിരിക്കില്ല. V2 എന്ന് പറയുന്നത് ജസ്റ്റ് മൈനസ് VD/2 മാത്രമായിരിക്കില്ല. ഇത് രണ്ടും നമ്മുടെ റെപ്രസെന്റേഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ കൂടെ ഒരു നോയിസ് കൂടി വരാം. അപ്പൊ കോമൺ ആയിട്ട് വരുന്ന സിഗ്നൽ, അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് VCM എന്ന് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വീണ്ടും സംശയം ഉണ്ടാകും എന്തുകൊണ്ടാണ് V1 നെ VD/2 പ്ലസ് VCM മറ്റേതിനെ എങ്ങനെ എഴുതുന്നതെന്ന്. അതും വീണ്ടും അനാലിസിസ് പർപ്പസിന് വേണ്ടിയിട്ട്, ഈസി അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ V1 ഉം V2 നെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ മീനിങ് ഇതാണ്, ആ ഡിഫറൻഷ്യൽ ഇൻപുട്ട് മാത്രമല്ല ആ ഒരു കോമൺ മോഡ് സിഗ്നലും കൂടി അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു റെപ്രസെന്റേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ബോത്ത് ഡിഫറൻഷ്യൽ ഇൻപുട്ടും കോമൺ മോഡും കൂടി വരുവാണെങ്കിൽ V1 ന്റെ റെപ്രസെന്റേഷൻ ഇതാണ്, V2 ന്റെ റെപ്രസെന്റേഷൻ ഇതാണ്. ഇത് രണ്ടും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, നമ്മൾ ഡെലിബറേറ്റ്ലി നമ്മൾ അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് V1 നെയും V2 നെയും. ഓക്കെ, അങ്ങനെ. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഞാൻ ഈ ബോക്സിനകത്ത് വരച്ചിട്ടിരിക്കുന്ന 3 ഇക്വേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ടോട്ടൽ ഔട്ട്പുട്ടും, ഓക്കെ, പിന്നെ VD എന്ന് പറയുന്നത് ഡിഫറൻസ് V1 മൈനസ് V2. കോമൺ മോഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും V1 ലും V2 ലും വരുന്ന ഒരു ആവറേജ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ബിക്കോസ് V1 ലും V2 ലും കോമൺ ആയിട്ട് വരുന്ന സിഗ്നൽ ആണ് VCM എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ V1 പ്ലസ് V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? VCM പ്ലസ് VCM, ദാറ്റ് ഈസ് 2 VCM. അപ്പൊ ഇതിൽ നിന്ന് കോമൺ മോഡ് സിഗ്നലിനെ എങ്ങനെ എഴുതാം? V1 പ്ലസ്
2 ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. അതുകൊണ്ടാണ് കോമൺ മോഡ് സിഗ്നലിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ആ ഒരു സമ്മറി പോലെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാനായിട്ട് ഈ ഇക്വേഷൻസ് ഹെൽപ്പ് ചെയ്യും. ഈ ഇക്വേഷൻസ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ ഈ കോമൺ മോഡ് ഔട്ട്പുട്ട് നമുക്ക് ഒട്ടും ഡിസൈഡ് ആയിട്ടുള്ള കാര്യമല്ല, അതൊരു എറർ ആണ്, അൺഡിസൈറബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ്. ക്വസ്റ്റിൽ എവിടെയെങ്കിലും എറർ എന്നൊക്കെ വരുവാണെങ്കിൽ ആ എറർ ടേം കാണിക്കുന്നത് ഈ കോമൺ മോഡ് ഔട്ട്പുട്ടിനെയാണ് എറർ എന്ന് പറഞ്ഞ് അവര് പറയുന്നത്. ഓക്കെ, ഓർത്തോണം, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ എറർ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിനകത്തേക്ക് കോമൺ മോഡ് ഔട്ട്പുട്ടും കൂടി കയറി വരുന്നു എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കോമൺ മോഡ് ഔട്ട്പുട്ടിനെ നമ്മൾ ആ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, കോമൺ മോഡ് ഗെയിൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്തതാ. കോമൺ മോഡ് ഗെയിനകത്ത് ഒരു ആറി എന്ന് പറഞ്ഞ ടേം ഇങ്ങനെ ഡിനോമിനേറ്ററിൽ വരുന്നുണ്ട്. അപ്പൊ കോമൺ മോഡ് ഗെയിനെ നമുക്ക് എപ്പോഴും ചെറുതാക്കി വെക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. കോമൺ മോഡ് ഗെയിൻ എപ്പോഴും കുറവായിരിക്കണം, എന്നാൽ മാത്രമേ ആ കോമൺ മോഡ് സിഗ്നലായ നോയിസിനെയൊക്കെ നമുക്ക് കളയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കോമൺ മോഡ് ഗെയിൻ കുറയ്ക്കണമെങ്കിൽ നമ്മൾ RE കൂട്ടണം. താഴെ കിടക്കുന്ന RE എന്ന് പറയുന്നത് കൂട്ടണം, എന്നാലേ കോമൺ മോഡ് ഗെയിൻ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഐഡിയലി കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും പ്രാക്ടിക്കലി, പക്ഷെ ഒരിക്കലും അത് 0 അല്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പഠിക്കുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ഡിഫറൻഷ്യൽ അനാലിസിസിനകത്ത് വരുന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ അനാലിസിസിനൊപ്പം തന്നെ വരുന്നതാണ് CMRR അല്ലെങ്കിൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. ഓപ്പ് ആമ്പ് പഠിക്കുമ്പോഴും നമ്മൾ ഈ CMRR അവിടെയും പഠിക്കും, പക്ഷെ ഇവിടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനകത്താണ് അത്, ആ ഒരു ബ്ലോക്കിനകത്താണ് ഈ CMRR വരുന്നത്. ഓപ്പ് ആമ്പിനകത്ത് ഉള്ള ഒരു ബ്ലോക്കാണ് ഇപ്പൊ നമ്മൾ പഠിച്ച ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഓക്കെ, ഈ CMRR എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞ ഡിഫറൻഷ്യൽ ഗെയിൻ ഇല്ലേ, ഡിഫറൻഷ്യൽ ഗെയിനും ഉണ്ട്, രണ്ട് ഗെയിനും ഉണ്ട്, കോമൺ മോഡ് ഗെയിനും ഉണ്ട് അല്ലെ. അപ്പൊ ഡിഫറൻഷ്യൽ ഗെയിൻ ഡിവൈഡഡ് ബൈ, അതാണ് ADM അല്ലെ, ഡിവൈഡഡ് ബൈ ആ കോമൺ മോഡ് ഗെയിൻ. ഓക്കെ, അതിന്റെ മോഡ് വാല്യൂ ആണ് എന്ത്? CMRR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും ഈ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്നാ പറയുന്നത്. അതായത് ആ കോമൺ മോഡ് സിഗ്നലായ നോയിസിനെ, കോമൺ മോഡ് ഇൻപുട്ടിനെ റിജക്ട് ചെയ്യാനുള്ള ആ ഒരു മെഷറാണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു കോമൺ മോഡ് ഇൻപുട്ടായ നോയിസിനെ നമുക്ക് ആവശ്യമേ ഇല്ല, നമ്മൾ ടോട്ടലി അതിനെ റിജക്ട് ചെയ്യണം. അപ്പൊ അതിനെ റിജക്ട് ചെയ്യാനുള്ള ഒരു മെഷർ, ആ എബിലിറ്റിയാണ് CMRR എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ CMRR എപ്പോഴും വലുതായിരിക്കണം. CMRR എപ്പോഴും എന്താണ്? എത്രയും വലുത് അത്രയും നല്ലത്. ഗ്രേറ്റർ CMRR ആണെങ്കിൽ അതിന്റെ അർത്ഥം അതിന് ഏറ്റവും നന്നായിട്ട് കോമൺ മോഡ് ഇൻപുട്ടിനെ റിജക്ട് ചെയ്യാൻ പറ്റുന്നു എന്നാണ് അർത്ഥം. അപ്പം പറഞ്ഞ നിങ്ങൾ ഐഡിയലി CMRRന്റെ വാല്യൂ എന്തായിരിക്കണം പറയാവോ ആർക്കെങ്കിലും? പഠിച്ചിട്ടുള്ളതല്ലേ? ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ആയിരിക്കണം ഐഡിയലി CMRRന്റെ വാല്യൂ. ബിക്കോസ് ഐഡിയലി ഇത് ഇൻഫിനിറ്റി ആണെങ്കിൽ മാത്രമേ നമ്മുടെ CMRR എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഡിവൈഡഡ് ബൈ കോമൺ മോഡ് ഗെയിൻ ആണ്. ഇത് ഇൻഫിനിറ്റി ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് 0 ആകുവാണെന്നാണ് അർത്ഥം. കോമൺ മോഡ് ഗെയിൻ 0 ആകുവാണ്. കോമൺ മോഡ് ഗെയിൻ 0 ആകുവാണെങ്കിൽ അതിന്റെ അർത്ഥം കോമൺ മോഡ് ഇൻപുട്ടിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നതേ ഇല്ല, അതിനെ ഫുള്ള് റിജക്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതാണ് എഴുതിയിരിക്കുന്നത്. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ഇൻഫിനിറ്റി ആകുവാണെങ്കിൽ അതിന്റെ അർത്ഥം കോമൺ മോഡ് ഇൻപുട്ടിനെ നമ്മൾ ഫുള്ളി റിജക്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, പ്രാക്ടിക്കലി ഞാൻ ഈ പറയുന്ന കോമൺ മോഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് നോയിസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രണ്ട് ടെർമിനലിലും ഒരേപോലെ വരും ഈ നോയിസ്. പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ V1ലും V2ലും കോമൺ ആയിട്ട് വരുന്ന ഒരു ഇൻപുട്ടാണ്. നമ്മൾ കൊടുക്കുന്ന V1ഉം V2ഉം നമുക്ക് അതനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും V1ൽ വേണേൽ 5 വോൾട്ട് കൊടുക്കാം, V2ൽ വേണേൽ 8 വോൾട്ട് കൊടുക്കാം. ഇത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളാണ്. അപ്പൊ 8 - 5 3 വോൾട്ട് ആയിരിക്കും ആംപ്ലിഫൈ ചെയ്ത് വരുന്നത്. പക്ഷെ ഇതല്ലാണ്ട് ചിലപ്പോൾ രണ്ടെണ്ണത്തിനും കോമൺ ആയിട്ട് ഒരു 2 വോൾട്ടും കൂടി വരും, 8 വോൾട്ട്. ഇതിനെയാണ് നമ്മൾ ആ കോമൺ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആ നോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ ബോക്സിൽ ഇട്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഒന്നുകിൽ ബോക്സിൽ ഇട്ടിട്ട് ഇവിടെ ഒരു സ്റ്റാർ മാർക്ക് ഇട്ടിട്ടുണ്ടാവും. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം RE കൂടുന്നതനുസരിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കോമൺ മോഡ് ഗെയിൻ കുറയും. അപ്പൊ കോമൺ മോഡ് ഗെയിൻ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? CMRR കൂടും. ബിക്കോസ് CMRR എന്ന് പറഞ്ഞാൽ ADM ബൈ ACM. ACM കുറയുവാണെങ്കിൽ CMRR കൂടും. അപ്പൊ ഡയറക്ട്ലി ഇങ്ങനെയും ചോദിക്കാം, RE കൂട്ടുവാണെങ്കിൽ CMRRന് എന്ത് സംഭവിക്കുമെന്നും ചോദിക്കാം. RE കൂടുവാണെങ്കിൽ അല്ലെങ്കിൽ RE കുറയുവാണെങ്കിൽ കോമൺ മോഡ് ഗെയിന് എന്ത് സംഭവിക്കുമെന്നും ചോദിക്കാം. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത് നമ്മൾ RE ഒക്കെ ഓൾറെഡി സർക്യൂട്ടിൽ പഠിച്ചതാണ്. ഓക്കെ, അത് ഞാൻ ഇന്ന് റിവൈസ് ചെയ്യുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ലെക്ചർ കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ സെക്കൻഡ് ക്ലാസ് ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാകുള്ളൂ. ഓക്കെ, അപ്പം RE കൂട്ടണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ RE കൂട്ടിയാൽ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ ഗ്രേറ്റർ CMRR എപ്പോഴും ഹൈ ആയിരിക്കണമെങ്കിൽ RE എന്തായിരിക്കണം? RE ലാർജ് ആയിരിക്കണം. പക്ഷെ ഈ RE എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ലാർജ് ആക്കാൻ പറ്റത്തില്ല. ഓക്കെ,
RE ഒരുപാട് ലാർജ് ആക്കാൻ പറ്റത്തില്ല. അപ്പൊ ലാർജ് RE ലാർജ് ആകുവാണെങ്കിൽ അതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. എന്താന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? സിമ്പിൾ ആയിട്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ലാർജ് RE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വലിയ റെസിസ്റ്ററിന്റെ വാല്യൂ കൂടുന്ന അനുസരിച്ച് അതിന്റെ സൈസും കൂടും. അപ്പൊ അതിന്റെ സൈസ് കൂടുമ്പോഴത്തേക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഫ് യു കണക്ട് ലാർജ് RE വാല്യൂ ശരിക്കും ഒരു 100K എന്നുള്ള ഒരു RE വെച്ചിരിക്കുന്നത് നമുക്ക് യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിക്കും CMRR കൂട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത്രയും വലിയ RE എടുക്കുവാണെങ്കിൽ ചിപ്പ് ഏരിയ കൂടുതലായിട്ട് എടുക്കും. ലാർജ് ചിപ്പ് ഏരിയ അത് യൂട്ടിലൈസ് ചെയ്യും. അത് നമുക്ക് പറ്റത്തില്ല. നമുക്ക് എപ്പോഴും ഏരിയ നമ്മൾ മിനിമൈസ് ചെയ്തായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാർജ് RE ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ REയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു സപ്ലൈ വോൾട്ടേജ് ഉണ്ടല്ലോ, അതും അതനുസരിച്ച് ലാർജ് ആയിട്ട് തന്നെ വരണം. ലാർജ് സപ്ലൈ വോൾട്ടേജ് തന്നെ ലാർജ് ആകും. അപ്പൊ ഇത് രണ്ടുമാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. RE നമുക്ക് കൂടുന്നത് നല്ലതാണ്, ബിക്കോസ് RE കൂടുമ്പോഴത്തേക്കും നമുക്ക് CMRR അതനുസരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. RE കൂടുമ്പം CMRR കൂടും, RE കൂടുമ്പം CMRR കൂടും. പക്ഷെ RE ഒരുപാട് കൂട്ടാൻ പറ്റില്ല, ബിക്കോസ് ഇത് രണ്ടുമാണ് RE കൂടുമ്പോൾ ഡിസഡ്വാൻറ്റേജ്. അപ്പൊ അതും ഒന്ന് ഓർത്ത് വെക്കണം. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇതൊക്കെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കാം. കണ്ടോ, ലാർജ് RE കൂടുതലായിട്ട് വലിയ ലാർജ് RE ഉപയോഗിക്കുവാണെങ്കിൽ ഗ്രേറ്റർ ചിപ്പ് ഏരിയ ആൻഡ് ഓൾസോ ഗ്രേറ്റർ സപ്ലൈ വോൾട്ടേജ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമുക്ക് CMRR കൂട്ടാനായിട്ട് കൂട്ടിയേ പറ്റുള്ളൂ. CMRR കൂട്ടിയാൽ മാത്രമേ നോയിസിനെ കളഞ്ഞിട്ട് നമ്മുടെ ഇൻപുട്ടിന്റെ ഡിഫറൻസിനെ നമ്മുടെ ആംപ്ലിഫൈ ചെയ്യുള്ളൂ. പക്ഷേ അന്നേരം ഇത് RE കൂട്ടാനും പാടില്ല. അന്നേരം ഇത് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നതെന്ന് അറിയാവോ? നമ്മൾ കറണ്ട് മിറർ സർക്യൂട്ട് യൂസ് ചെയ്യും. ഓക്കെ, കറണ്ട് മിറർ സർക്യൂട്ട് യൂസ് ചെയ്യും നമ്മൾ REക്ക് പകരം. ഞാനിവിടെ കറണ്ട് മിറർ സർക്യൂട്ടിന്റെ എന്താണ് സർക്യൂട്ടും കാര്യങ്ങളും ഒന്നും പഠിപ്പിക്കുന്നില്ല. കാരണം ഈ കറണ്ട് മിറർ സർക്യൂട്ട് എവിടെയാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് അറിയാവോ? ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ നിങ്ങൾ ഈ കറണ്ട് മിറർ സർക്യൂട്ട് അവിടെ പഠിക്കണം. ഓക്കെ, അവിടെ നിങ്ങൾ പഠിക്കും. അപ്പൊ ഇവിടെ ഈ പറയുന്ന പോയിന്റുകൾ മാത്രം ഓർത്താൽ മതി. കറണ്ട് മിറർ സർക്യൂട്ട് ഈ REക്ക് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, CMRR കൂട്ടാൻ വേണ്ടിയിട്ട്. കറണ്ട് മിറർ സർക്യൂട്ടിന്റെ ഡിസൈനും കാര്യങ്ങളും നിങ്ങൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ പഠിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു മോഡ്യൂൾ ഉണ്ട് ഈ കോഴ്സിനകത്ത് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അതാണ് ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, നമ്മൾ കറണ്ട് മിറർ സർക്യൂട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ കറണ്ട് മിറർ സർക്യൂട്ട് ശരിക്കും കുറെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു സർക്യൂട്ടാണ്. ഓക്കെ, ഇത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കാം. RE എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, REക്ക് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, ഇനി കറണ്ട് മിറർ സർക്യൂട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കറണ്ട് മിറർ സർക്യൂട്ട് ഉപയോഗിക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസ്, ഈ അഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ ഡെറിവേഷൻ ആയിട്ട് തന്നെ നമ്മൾ എവിടെ ഡിറൈവ് ചെയ്യുന്നറിയാവോ? സർക്യൂട്ട്സിനകത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഡിറൈവ് ചെയ്ത് നിങ്ങൾ അത് എടുക്കും. അവിടെ പ്രോബ്ലം ആയിട്ടൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ പക്ഷെ തൽക്കാലം ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് കറണ്ട് മിറർ സർക്യൂട്ട്. നമ്മൾ അങ്ങനെ REക്ക് പകരം നമ്മൾ കറണ്ട് മിറർ ഉപയോഗിക്കുവാണെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? മുമ്പേ പറഞ്ഞതുപോലെ തന്നെ RE കൂടിക്കഴിഞ്ഞാൽ എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് കറണ്ട് മിററിൽ കൂടി കിട്ടും. കറണ്ട് മിറർ സർക്യൂട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഈ കറണ്ട് മിറർ സർക്യൂട്ടിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ ലാർജാ. ഇതൊന്നും ഞാൻ ഇവിടെ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ പഠിക്കുക, ബിക്കോസ് ഇതൊക്കെ നിങ്ങൾ സർക്യൂട്ട്സിനകത്താണ് ഇതിന്റെ ഒരു ഡെറിവേഷൻ ഒക്കെ പഠിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഈ കറണ്ട് മിറർ സർക്യൂട്ടിന്റെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഒരു റേഞ്ച്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന്റെ ഒരു റേഞ്ച് 100 കിലോ എന്നല്ല 100 കിലോ ആണ് റേഞ്ച് വരുന്നത്. 200 ആകാം 300 ആകാം. ആ ഒരു റേഞ്ചിലാണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വരുന്നത് കേട്ടോ കറണ്ട് മിററിനെ. ഈ കറണ്ട് മിററിന്റെ പ്രത്യേകതയാണ് ലാർജ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. ഓക്കെ, അത് കാരണമാണ് ശരിക്കും ഇവിടെ കോമൺ മോഡ് ഗെയിൻ കുറയ്ക്കുകയും അതുവഴി CMRR കൂട്ടുകയും ചെയ്യും കറണ്ട് മിറർ സർക്യൂട്ട്. പിന്നെ കറണ്ട് മിറർ സർക്യൂട്ട് യൂസ് ചെയ്യുമ്പോൾ മറ്റേ ലാർജ് REയുടെ പ്രശ്നമൊന്നുമില്ല. ചിപ്പ് ഏരിയ വളരെ കുറച്ച് മതി. ICയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ചിപ്പ് ഏരിയ വളരെ കുറച്ച് മതി. ആൻഡ് ഓൾസോ സപ്ലൈ വോൾട്ടേജും ചെറിയ സപ്ലൈ വോൾട്ടേജ് കൊടുത്താൽ മതി. അപ്പൊ ഇത് രണ്ടുമാണ് REക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് മിറർ സർക്യൂട്ടിന്റെ അഡ്വാൻറ്റേജ്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. ബിക്കോസ് ഇത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ, പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് പിന്നെ ഒരു കാര്യം കൂടി, ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ദിസ് ഈസ് ഓൾസോ ആസ്ക്ഡ് ക്വസ്റ്റ്യൻ, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ആസ്ക്ഡ് ആസ് ഒബ്ജക്റ്റീവ് PSC ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഗേറ്റിനോ ഓർ എഞ്ചിനീയറിംഗ് സിവിൽ സർവീസ് എക്സാമിനേഷൻ എവിടെയോ അത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ
പഠിച്ച ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അല്ലേ, എമിറ്റർ കപ്പിൾഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. കാരണം ആ രണ്ട് ഡിഫറൻഷ്യൽ ട്രാൻസിസ്റ്റേഴ്സിന്റെയും എമിറ്റേഴ്സ് തമ്മിൽ കപ്പിൾഡ് ആയിരുന്നു അല്ലെ, എമിറ്റേഴ്സ് തമ്മിൽ കപ്പിൾ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇതിന് ഈ ആംപ്ലിഫയർ ലീനിയർ ആംപ്ലിഫയർ ആയിട്ട് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ലീനിയർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ ഡിസ്റ്റോർഷൻസ് ഒന്നും വരാൻ പാടില്ല. ഓക്കെ, ഔട്ട്പുട്ടിൽ ഡിസ്റ്റോർഷൻസ് ഒന്നും വരാൻ പാടില്ല. ഔട്ട്പുട്ടിൽ ഡിസ്റ്റോർഷൻസ് വരുവാണെങ്കിൽ ശരിക്കും അത് ലീനിയർ ആംപ്ലിഫയർ അല്ല, അതൊരു നോൺ ലീനിയർ ആംപ്ലിഫയർ ആണ് കേട്ടോ. അപ്പൊ എമിറ്റർ കപ്പിൾഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഒരു ലീനിയർ ആംപ്ലിഫയർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഉള്ള കണ്ടീഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഡിഫറൻഷ്യൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു VT. ഓക്കെ, ഓർ ഇങ്ങനെയും പറയാം. ഓക്കെ, ഇതിനൊരു മോഡുണ്ട്, ഡിഫറൻഷ്യൽ വോൾട്ടേജ് മോഡുണ്ട്. ഇവിടെ ഒരു മോഡ് ഇടുക നിങ്ങൾ, മോഡ്. ഓക്കെ, ഇങ്ങനെയാണ് മോഡ് VD വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു VT എന്നിട്ട് പഠിക്കുക. ഓർ മോഡ് എടുത്ത് മാറ്റുവാണെങ്കിൽ ഇത് ഇങ്ങനെ വരും. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ ഇവിടെ മോഡ് ഇട്ട് പഠിക്കണേ. അപ്പൊ ഈ ഒരു കണ്ടീഷനാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ലീനിയർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ. ഇനി നോൺ ലീനിയർ ആകുവാണെങ്കിൽ അവിടെ എന്ത് പറ്റുമെന്ന് അറിയാമോ? നോൺ ലീനിയർ ആകുവാണെങ്കിൽ അവിടെ ഡിസ്റ്റോർഷൻസ് വരും. അങ്ങനെ ഡിസ്റ്റോർഷൻസ് വരാണ്ടിരിക്കണം എപ്പോഴും. അപ്പൊ ഈ ഒരു കണ്ടീഷനും അത് നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരെ ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഇത് ഒരു ആംപ്ലിഫയർ സർക്യൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് ട്രാൻസിസ്റ്ററിന്റെ ഈ ട്രാൻസിസ്റ്റർ Q1 രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ട് അല്ലെ, ട്രാൻസിസ്റ്ററിന്റെ ബീറ്റ വാല്യൂ നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ ആംപ്ലിഫയറിന്റെ ട്രാൻസിസ്റ്ററിന്റെ ബീറ്റ വാല്യൂ തന്നിട്ടുണ്ട്. അവർ ചോദിച്ചിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഒക്കെ നിങ്ങൾ എവിടെയാ പഠിക്കുന്നതെന്ന് അറിയാമോ? ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ നിങ്ങൾ പഠിക്കും. ഇലക്ട്രോണിക് സർക്യൂട്ട്സിലാണ് നിങ്ങൾ ഇതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നൊക്കെ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ അനാലിസിസ് അല്ല പഠിക്കുന്നത്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ അനാലിസിസ് ആണ്. പക്ഷെ ഈ പ്രോബ്ലത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പം ഇതൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ ക്വസ്റ്റ്യനാ. അത് വരുന്നത് നമ്മുടെ ഈ സെക്ഷനിലാണ്. പക്ഷെ ട്രാൻസിസ്റ്ററും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന്റെ അനാലിസിസ് ശരിക്കും സർക്യൂട്ട്സുമായിട്ട് റിലേറ്റഡ് ആയി കിടക്കുക കേട്ടോ. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് രണ്ട് ട്രാൻസിസ്റ്റേഴ്സിന്റെയും ഓപ്പറേറ്റിംഗ് പോയിന്റും പിന്നെ വോൾട്ടേജ് ഗെയിനുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആർക്കെങ്കിലും പറയാമോ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ? ബാലൻസ്ഡ് ആണോ അൺബാലൻസ്ഡ് ആണോ? ബാലൻസ്ഡ്. ഓക്കെ, ബാലൻസ്ഡ് ആണ്. ഓക്കെ, ആ ഒരു കാര്യമൊക്കെ ഓർത്തണം. ഫിഗർ കാണുമ്പോൾ നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പൊ ഇതിനകത്ത് ഓപ്പറേറ്റിംഗ് പോയിന്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനൊന്ന് റീഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത് എന്ത് അനാലിസിസ് വഴിയാണെന്ന് അറിയാവോ? DC അനാലിസിസ് വഴിയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, DC അനാലിസിസ് വഴിയാ. അപ്പൊ അതും സർക്യൂട്ട്സിൽ നിങ്ങൾ പഠിക്കും. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ഇവിടെ ചെയ്യുന്നത് നോക്കാം. DC അനാലിസിസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ DC അനാലിസിസ് ചെയ്യണം. DC അനാലിസിസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC ഇൻപുട്ടുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൗണ്ട് ചെയ്യണം. AC ഇൻപുട്ടുകളെ എല്ലാം നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് DC അനാലിസിസ്. അവിടെ DC സപ്ലൈ മാത്രമേ കാണുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ ഇവിടെയുള്ള AC ഇൻപുട്ട് ഏതാ ഇവിടെയുള്ള AC ഇൻപുട്ട്? VI. അപ്പൊ ഇതിനെ ഇവിടെ കാണാൻ പാടുണ്ടോ? ഇല്ല. ഈ ഇൻപുട്ട് ഇവിടെ വരാൻ പാടില്ല. ഇതിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യണം കേട്ടോ. ഇതിനെ നിങ്ങൾ ഗ്രൗണ്ട് ചെയ്യണം. ഇതില്ല, ഇതിനെ ഡയറക്റ്റ്ലി എടുത്ത് നമ്മൾ ഗ്രൗണ്ട് ചെയ്യണം. ഓക്കെ, അത് ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. അപ്പൊ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് DC അനാലിസിസ് ആണ് ചെയ്യേണ്ടത്. DC അനാലിസിസ് ചെയ്യുമ്പോൾ ACയെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യണം. ബാക്കി സപ്ലൈ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഒരു 14 വോൾട്ട് ഉണ്ട് ക്വസ്റ്റ്യനിൽ, മാർക്ക് ചെയ്തില്ല. 14 വോൾട്ട് അതൊക്കെ അതേ കൂട്ട് തന്നെ വെക്കുക. DC ആണ്. ഇവിടുത്തെ -14 വോൾട്ടും അതേ കൂട്ട് തന്നെ വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മുടെ DC ലോഡ് ലൈൻ ഒക്കെ വെച്ചിട്ടാ, അല്ലെങ്കിൽ വേണ്ട അതൊന്നും ഞാൻ ഒരുപാട് പറയുന്നില്ല. ഈ ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? X ആക്സിസും Y ആക്സിസും എന്താണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ?
VCE IC. VCE IC ആണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ കോർഡിനേറ്റ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ VCE ICയും കണ്ടുപിടിച്ചാൽ മതി, സിമ്പിൾ, നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റ് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ അപ്ലൈ ചെയ്യേണ്ടത്? KVL അപ്ലൈ ചെയ്യണം. KVL അപ്ലൈ ചെയ്തിട്ട് നമുക്ക് VCE ICയും കിട്ടണം. അപ്പൊ ഞാനിവിടെ അപ്പൊ ഇത് ഓർത്തോണേ നിങ്ങൾ, ഇത് ഗ്രൗണ്ട് ആണ്, ഇതിനെ നേരെ ഗ്രൗണ്ട് ചെയ്തേക്കുവാണ് ഈ പോർഷനെ. ഓക്കെ, ഇനി ഞാൻ KVL അപ്ലൈ ചെയ്യാൻ പോവാ. അപ്പൊ ഞാൻ KVL അപ്ലൈ ചെയ്യാൻ പോകുന്ന ഡയറക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോണം. ഈ 14 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ? 14 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പോസിറ്റീവ് വോൾട്ടും പിന്നെ ഗ്രൗണ്ട്, നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് പിന്നെ ഗ്രൗണ്ട്. അതാണ് 14 വോൾട്ട് എന്ന് പറഞ്ഞാൽ, പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട്. അപ്പൊ ഇതും ഗ്രൗണ്ടാ, ഇതും ഗ്രൗണ്ട് ആണ് അല്ലേ? അപ്പൊ ഈ ഗ്രൗണ്ട് മുതൽ, അതായത് ഈ 14 വോൾട്ട് തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് ഞാൻ KVL അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഈ ഗ്രൗണ്ട് പോയിന്റിൽ നിന്ന് ഈ ഗ്രൗണ്ട് പോയിന്റിലോട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകും. ഓക്കെ, ഇത്രയും അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി അപ്പൊ ഈ KVL ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് മുമ്പ് നമുക്ക് കുറച്ച് കറണ്ടും കാര്യങ്ങളും ഒക്കെ മാർക്ക് ചെയ്യാം, വോൾട്ടേജും ഒക്കെ. അപ്പൊ ഇതുവഴി KVL പോകുന്നത് കൊണ്ട് ഇവിടെയുള്ള വോൾട്ടേജിനെ ഞാൻ മാർക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, ആ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ ബേസും ഇത് എമിറ്ററും തമ്മിലൊരു വോൾട്ടേജ് ഉണ്ട്. എന്താണ്? ബേസ് എമിറ്റർ വോൾട്ടേജ്, VBE. ഓക്കെ,